ഇന്നും കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി യോഗം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ട പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ആദ്യം നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ചർച്ചകൾ നീളുകയാണ്. അത് ഈ എംപിമാർ മത്സരിക്കണമെന്ന സന്നദ്ധ അറിയിച്ച അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MK രാഘവൻ, ഒപ്പം തന്നെ K സുധാകരൻ അടക്കമുള്ള അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എംപിമാർ ഇതിനോടകം തന്നെ മത്സരിക്കാനുള്ള സന്നദ്ധത ഹൈക്കമാൻഡിനെ അടക്കം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ ഇവർക്ക് ആർക്കെങ്കിലും ഒരു രീതിയിൽ ഒരു ഇളവ് നൽകുകയാണ് എങ്കിൽ മറ്റുള്ള എംപിമാരുടെ കാര്യം അത് എങ്ങനെ പരിഗണിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. നാളെ K സുധാകരൻ വീണ്ടും ഡൽഹിയിലേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ ദിവസവും നേതാക്കൾ ഈ യോഗത്തിന് ശേഷം പ്രതികരിച്ചത് ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നതെന്നുള്ളത് തന്നെയാണ്. ഏതാണെങ്കിലും ഇന്ന് വീണ്ടും ഡൽഹിയിൽ കോൺഗ്രസിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എംപിമാർക്ക് ഏതെങ്കിലും രീതിയിൽ ഇളവ് നൽകണമോ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഏതാണെങ്കിലും എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കി ആദ്യഘട്ട പട്ടികയെങ്കിലും ഇന്ന് പുറത്തിറക്കാൻ കഴിയുമോ എന്ന ഒരു ചിന്തയിൽ തന്നെയാണ് കോൺഗ്രസ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇതിനോടകം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം നടത്തിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞ കോൺഗ്രസ് ഇനിയും ചർച്ചകളിലേക്ക് മാത്രം നിലനിൽക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധി അടക്കം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തർക്കങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പരിഗണിച്ചുകൊണ്ട് ആദ്യഘട്ട പട്ടിക ഇന്ന് പുറത്തുവിടാൻ തന്നെയാണ് സാധ്യത. നിലവിൽ 32 പേരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. അതിൽ ഈ സിറ്റിംഗ് MLA-മാരുണ്ടാകും, ഒപ്പം തന്നെ ഈ സംവരണ സീറ്റുകൾ ഒറ്റപ്പേരിലേക്ക് എത്തിയ മണ്ഡലങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യഘട്ട പട്ടിക ഇന്ന് പുറത്തുവിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. SK